ശ്രീധരൻ ഒരു ചീത്ത സമയമായിരുന്നു എന്ന് വിചാരിച്ചാ മതി. നല്ല സമയം പറയൂ സാർ. ഈ മുറിവ് കാരണം കണ്ടവന്റെ വെടികൊണ്ട് ചാകാതെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ല സമയം പറയൂ സാർ. ഈ മുറിവ് കാരണം കണ്ടവന്റെ വെടികൊണ്ട് ചാകാതെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. Come on, move! എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഓഹോ, ഫുൾ ഫിറ്റ് ആണല്ലേ. താൻ മന്ത്രിയുടെ ആളാണെന്ന് കരുതി കള്ളു കുടിച്ചോണ്ട് വണ്ടി ഓടിക്കാമോ? അയ്യോ സാറേ, ഞാൻ കുടിച്ചിട്ടില്ല. വണ്ടി ഓടിച്ച് വളവ് കൊണ്ട് തിരിച്ചു വന്നപ്പോ പെട്ടെന്ന് കണ്ണിലോട്ട് ഇരുട്ട് കയറി പോലെ തോന്നി. ഇരുട്ടാണോ വെളിച്ചാണോ എന്നുള്ളത് രക്തം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്റെ പൊന്നു സാറേ, കേസ് ചാർജ് ചെയ്യരുത്. എന്റെ ജോലി പോവും. സാർ എന്നെ രക്ഷിക്കണം. പരിക്കേറ്റ ആളിന് വളരെ സീരിയസ് ആണ്. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടി. അയ്യോ സാറോ? സാറിന് എന്നാ പറ്റി? ഞാൻ ചെറിയൊരു അപകടം. നിങ്ങള്? എന്റെ വണ്ടി ഒന്ന് തട്ടി, അതിന് കൊണ്ടുവന്നിരിക്കുക. ആൽക്കോളിക് ടെസ്റ്റർ പെട്ടെന്ന് വേണം. ഇരിക്കൂ. വാർഡിൽ ചെന്നപ്പോ സാർ ലാബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സാർ? സാർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്റെ നന്ദു. എന്നോടൊന്നും ചോദിക്കരുത്. സാർ, ഞാൻ റൂമിലേക്ക് വരാം. അപ്പൊ താൻ എന്നെ കാണാൻ വന്നതല്ല. എടോ, വണ്ടി വിട്. അയ്യോ, ഞാൻ ദിവസം ഇവിടെ അന്വേഷിച്ചിരുന്നു.
ശ്രുതി ഇന്നാണോ ഡ്യൂട്ടിയിൽ? ഡ്യൂട്ടിയിലല്ല, കുറെ ദിവസമായി വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. തട്ടിക്കൊണ്ട് പോയവളല്ലേ, നാണക്കേടോർത്ത്. സിസ്റ്ററെ, അത് ഇൻസ്പെക്ടർ ജെയിംസ് സാർ രക്തമല്ലേ? അതെ, പുള്ളിക്ക് എങ്ങനെ അപകടം ഉണ്ടായത്? മോട്ടോർ ആക്സിഡന്റാ. ഓ, സിസ്റ്ററെ, ഞാൻ പോകട്ടെ. ശരി. എന്താ? അല്ല, ആ കോൺസ്റ്റബിൾ വരണം. ഇവിടെ എന്റെ മന്ത്രിയുടെ മോളുണ്ടല്ലോ, ഡോക്ടർ, വിളിക്കാൻ അയച്ചതാ. ആൽബർട്ടോ പ്രതിയായ ഡ്രഗ് കേസിൽ കോടതിയിൽ നിന്ന് തൊണ്ടി മാറ്റി അയാളെ രക്ഷിച്ചത് ഇവിടുത്തെ ഗവൺമെന്റിലും ഡിപ്പാർട്ട്മെന്റിലും സ്വാധീനമുള്ള ചിലരാണെന്ന് ഉറപ്പാണ്. ശ്രുതിയെ കിഡ്നാപ്പ് ചെയ്യിച്ചതും അവർ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആരാണവർ? തീർത്തു പറയാൻ ശ്രുതിയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് സഹായം? പറയാം. IG Karthikeyan. He is our number one enemy and very close to the Chief Minister. Chief Minister, a veteran politician who wants to wipe out and destroy our business in this state. One of the science research centers. Stop it. These slides are not good. We ought to get something better. Why don't you show them on the video? Yeah, I will arrange it. ജില്ലാ കൗൺസിൽ മെമ്പർ എന്ന പൊസിഷനിൽ ഇരുന്നോണ്ട് ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. സാറിന് അറിയാമല്ലോ, നമ്മുടേതൊരു ഈർക്കിൽ പാർട്ടിയാണ്. പുറത്തിറങ്ങി കൈ നീട്ടിയാൽ സാർ ഉൾപ്പെടെ 10 പൈസ ഒരുത്തനും തരൂല്ല. ഇങ്ങോട്ട് നോക്കിയേ. പീരുമേട്, മൂന്നാർ, മാങ്കുളം, ഈരാറ്റുപേട്ട, വണ്ടിപ്പെരിയാർ തൊട്ട് മുണ്ടക്കയം വരെയുള്ള ഹൈറേഞ്ച് എസ്റ്റേറ്റ് ഉടമസ്ഥന്മാരുടെ പണം കൊണ്ടാ പാർട്ടി നിലനിൽക്കുന്നത്. അവരെ പിണക്കുന്നത് ബുദ്ധിയല്ല. ആര് പിണക്കുന്നു? ഈ മുതലാളിമാർക്ക് വേണ്ടി പല വൃത്തികേടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ഇനിയും എന്നെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ നോക്കണ്ട. ഞാൻ അതിന് വഴങ്ങില്ല. കറക്റ്റ്. ഇയാളെന്തിനാ വന്നേ? മിസ്റ്റർ ചെല്ലപ്പൻ പറഞ്ഞ കാര്യം. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നശിപ്പിക്കും. കറപ്ഷൻ. സാർ, മറ്റൊന്ന്, പോലീസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലല്ല നടക്കുന്നത്. ചാർജ് വഹിക്കുന്ന DIG മാത്യു കുര്യൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാ. ഏത് നിലയ്ക്കും അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ അതിനു മുമ്പ് എന്നെ ആവും മാറ്റുക മന്ത്രിസ്ഥാനത്ത് നിന്ന്. ഏതായാലും ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയട്ടെ. എന്തൊക്കെയാ സംഭവിക്കാന്നറിയില്ല. ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ഞാൻ നിക്കണോ അതോ സലൂണിലോട്ട് പോട്ടോ? ഇയാൾ ഇരിക്കേ. ഓ, ഇരി. എന്താ? തീരെ വയ്യ കുഞ്ഞെ. ഇടയ്ക്കിടെ എന്റെ കണ്ണിന് വല്ലാത്തൊരു മങ്ങല്. എത്ര തവണ പറഞ്ഞു ഞാൻ പ്രൊഫസറെ ഒന്ന് കാണാൻ. നാളെ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരൂ. ഓ, Is it all right? യെസ് ഡോക്ടർ. പിന്നെ നിങ്ങൾ ഡോക്ടർ വില്യംസിനെ ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ. എന്താ ഡോക്ടർ? ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. സാധാരണ ലൂക്കേമിയ പേഷ്യൻസിൽ കാണുന്ന സിംറ്റംസ് ഒന്നും ഇയാൾക്കില്ല. റെഡ് കോർപ്പസ് സെൽസ് കംപ്ലീറ്റ് ആയി ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. മാരകമായ രോഗം. യെസ്, കമിൻ. വരൂ, ഇരിക്കൂ. എന്താ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്? അത് നിങ്ങളുടെ രക്തം പരിശോധിച്ചിരുന്നല്ലോ. സംശയം തോന്നിയതുകൊണ്ട് ഞങ്ങളത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അവർ തന്ന റിപ്പോർട്ടാണിത്. ഫർദർ ചെക്കപ്പിന് അവിടുത്തെ പ്രൊഫസർ കൃഷ്ണൻ നായരെ ഒന്ന് കാണണം. എനിക്ക് ക്യാൻസർ ആണോ ഡോക്ടർ? യു പ്ലീസ് സീ പ്രൊഫസർ കൃഷ്ണൻ നായർ. ഇരിക്കൂ.
നിങ്ങൾക്കാണോ രോഗം? അല്ല, എൻ്റെ ബ്രദറിലേക്ക്. ഇതിൽ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ 3-4 മാസത്തിൽ കൂടുതൽ ഈ രോഗി ജീവിച്ചിരിക്കില്ല. ഒരു ചികിത്സ നിർദ്ദേശിക്കാവുന്ന സമയവും കഴിഞ്ഞു പോയിരിക്കും. അനുക്രമമായ മരണമാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. അവയവങ്ങൾ ഓരോന്നോരോന്നായി പ്രവർത്തിക്കാതാകും. ആദ്യം കണ്ണിന്റെ കാഴ്ച നശിക്കും, പിന്നെ നാക്ക്, കൈകാൽ, അങ്ങനെ. എന്തായാലും 4 മാസത്തിനുള്ളിൽ ഈ രോഗിക്ക് സമ്പൂർണ്ണ മരണം സംഭവിക്കും. മരിച്ചവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. ബിജുമോന് ലൗഡയിലൊരു അഡ്മിഷൻ ജയിലിന്റെ സ്വപ്നമായിരുന്നു. അവരിപ്പോ സീറ്റ് തരാമെന്ന് അറിയിച്ച സ്ഥിതിക്ക് ആഗ്രഹിച്ചാ മാത്രം പോരാ, മരിക്കുന്നതിന് മുൻപ് അതിനുള്ള വഴിയും അവൻ കണ്ടുവെക്കണമായിരുന്നു. അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി 5 രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സ്കൂളിൽ തന്നെ ഇനി അവനെ അയക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് ഇവരിവിടെ കഴിയട്ടെ. മമ്മി, എന്നെ സ്കൂളിൽ വിടണം. സയൻസ് ക്ലാസ്സാ, കുട്ടിയെ വേഗം വിടാൻ ടീച്ചർ പറഞ്ഞു. ഇന്ന് സാറ്റർഡേ അല്ലല്ലോ പപ്പ? അല്ല, എന്തോ പെട്ടെന്ന് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ പപ്പ? ഒന്നുമില്ല. മോൻ പറയാറുള്ളത് നേരാ. മമ്മി വെറും പാവ. മോൻ മമ്മി അനുസരിക്കണം. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇനി ചിലപ്പോ പപ്പയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇനി മോനെ കാണാൻ തന്നെ ചിലപ്പോ പപ്പയ്ക്ക് വിഷമാവും. അതെന്താ പപ്പ? അത് നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. കണ്ണിനെന്ത് പറ്റി? ചിലപ്പോ ഉടനെ എന്തെങ്കിലും പറ്റും. പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു. നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. പലതവണ പിന്നാലെ നടന്നിട്ടും പിടിയേറാത്ത ആൾ ഇപ്പൊ പെട്ടെന്നൊരു പോളിസി എടുക്കാൻ. വളരെ അപകടമുള്ള ഒരു ജോലിയിലാണ് ഞാനിപ്പോ. സ്പെഷ്യൽ സ്ക്വാഡിൽ. വെടിവെപ്പ്, ബോംബേർ, മരണം മുന്നിൽ കാണുന്നു. ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർക്ക് മെഡിക്കൽ ചെക്കപ്പ് കമ്പൽസറിയാണ്. നിങ്ങൾ എന്താ വേണ്ടെന്ന് പറഞ്ഞത്? വല്ല അസുഖവും? സർക്കാർ ജീവനക്കാർക്ക് 2 ലക്ഷം രൂപ വരെയുള്ള പോളിസിക്ക് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ലല്ലോ. ഇല്ല. അത് തന്നെ ഡബിൾ ആക്സിഡന്റ് ബെനിഫിറ്റ് സ്കീമിലാണെങ്കിൽ 4 ലക്ഷം കിട്ടില്ലേ? എല്ലാ നിയമങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഒരു സംശയമുണ്ട്, അറിയാൻ വേണ്ടി ചോദിക്കുക. ഈ പോളിസി എടുത്ത് 3-4 മാസത്തിനകം പല രോഗവും വന്ന് ആൾ മരിച്ചാൽ ഈ കാശ് തരുമോ? അതൊരു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് വിടും. മരണപ്പെട്ട ആൾക്ക് പോളിസി എടുക്കുന്നതിന് മുൻപ് തന്നെ രോഗം ഉണ്ടായിരുന്നു കണ്ടെത്തിയാൽ കാശ് കിട്ടില്ല. അയാളുടെ പ്രീമിയം വരെ നഷ്ടപ്പെടും. പിന്നെ ഒരു ആക്സിഡന്റിലാണെങ്കിൽ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ? നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഒരു ഏറ്റുമുട്ടലിൽ വെടിയേറ്റോ ബോംബ് പൊട്ടിയോ മരിച്ചാൽ 2 ലക്ഷത്തിന് 4 ലക്ഷം കിട്ടും. എന്നാ ഞാൻ ഇന്ന് തന്നെ ചേരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഫോമൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്തോളൂ, ഞാൻ ഒപ്പിട്ടുതരാം. ഓ യെസ്. എനിക്ക് വല്ലതും സംഭവിച്ചാൽ മുഴുവൻ തുകയും എന്റെ മോന് കിട്ടണം. ബിജുമോന്.